പ്രിയമുള്ളവരെ, ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തിരുസഭയുടെ പക്ഷത്ത് നിൽക്കുന്ന ഈ ചാനൽ സ്വന്തമായി ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിനും പ്രബോധനങ്ങൾക്കും അനുസരിച്ച് സഭയുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുവാൻ ആരംഭിച്ചിരിക്കുന്ന ഈ ചാനൽ എല്ലാവരും ഏറ്റെടുക്കണമെന്നും ഇതിലൂടെ നടക്കുന്ന പ്രോഗ്രാമുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മളിന്ന് ഈ നോമ്പിൻ്റെ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ഈ മീഡിയയുടെ മുമ്പിലായിരിക്കുവാൻ പ്രധാന കാരണം, എനിക്ക് ഒരു വ്യക്തി ഒരു ഫോട്ടോ അയച്ചു തരികയുണ്ടായി. അത് മറ്റൊന്നുമല്ല, കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുകയും മാമോദിസ മുങ്ങുകയും ചെയ്ത ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ അവൾ ജോലി സ്വീകരിക്കുന്നതിനായിട്ട് വിദേശ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മ്ലേച്ഛകരമായ രീതിയിൽ വസ്ത്രധാരണം നടത്തി നിൽക്കുന്ന പെൺകുട്ടിയുടെ ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് എനിക്കൊരാൾ അയച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, ആ ചിന്ത മതപഠനത്തിൽ പഠിക്കുകയും 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ് സഭയുടെ വിശ്വാസവും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഗ്രഹിച്ച് ജോലി സമ്പാദിച്ച് മറ്റ് സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ വിശ്വാസ ബോധ്യങ്ങളെയൊക്കെ ഹനിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം നടത്തി മറ്റുള്ളവർക്ക് പാപപ്രേരണ നൽകുന്ന ഈ വ്യക്തിത്വത്തിൻ്റെ ഉടമകളോടാണ്, ഈ രീതിയിൽ പെരുമാറുന്നവരോടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, അടക്കത്തിന് യോജിച്ച രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ നടത്തുവാൻ, അവരെ സഹായിക്കുവാൻ, അവരെ ഉപദേശിക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഈ നിമിഷം അനുസ്മരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മൾ ശ്ലീഹാപാതയിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിന് പരിഹാരം ചെയ്യുവാൻ വേണ്ടി യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അടക്കത്തിന് യോജിക്കാത്ത രീതിയിലുള്ള വസ്ത്രധാരണം വഴി യേശു ക്രിസ്തുവിനെ കുത്തി മുറിവേൽപ്പിക്കുന്ന പ്രവണതയിലൂടെ കടന്നു പോകുന്ന, ആ രീതിയിൽ സമൂഹത്തോട് ചെയ്യുന്ന പാവങ്ങൾക്ക്, ഇടർച്ചകൾക്ക് പരിഹാരം നൽകണമേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരുടെയും വസ്ത്രധാരണ രീതി എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഈ നോമ്പ് കാലത്ത് എന്ന് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധാത്മാക്കളെ എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ അവർ വിശുദ്ധിയിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയവരാണ്. അമേരിക്കയിലാണേലും ഇന്ത്യയിലാണേലും കേരളത്തിലാണേലും ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലായിരിക്കുന്നവരുടെയും കയ്യിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം, ആ വിശുദ്ധ ഗ്രന്ഥത്തിന് വള്ളിപുള്ളികൾക്ക് മാറ്റമില്ല എന്നുള്ള കാര്യം നമ്മൾ അനുസ്മരിക്കണം. ആ ദൈവവചന തിരുവചനത്തിന് കേരളത്തിലെ സംസ്കാരവും മറ്റ് സ്ഥലങ്ങളിൽ മറ്റു സംസ്കാരത്തോട് ഇഴകിച്ചേർന്നുകൊണ്ട് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം നടത്തി ക്രിസ്തുവിനെ ഇന്നും പീഡിപ്പിക്കുന്നവരോട് ആണ് എൻ്റെ അഭ്യർത്ഥന. നമ്മൾ ഓരോരുത്തരും നമ്മൾ മാതൃകയാക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. ഞാൻ ഈ വസ്ത്രധാരണത്തിൽ തെറ്റായ രീതിയിൽ വസ്ത്രധാരണം നടത്തി പൊതുജനങ്ങളുടെ മുമ്പിൽ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി പ്രത്യക്ഷപ്പെടുന്ന യുവാക്കളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ചിത്രം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷീകരണം നടത്തിയിട്ടുണ്ട്. ഭാരതത്തിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഫ്രാൻസിലുള്ള, ഇറ്റലിയിലുണ്ട്. ഓരോ സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, പരിശുദ്ധ അമ്മ വിവിധ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ വസ്ത്രധാരണത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. അടക്കത്തിന് യോജിക്കാത്ത രീതിയിൽ ഒരു വസ്ത്രധാരണത്തിലൂടെയും ആ പരിശുദ്ധ അമ്മ ആർക്കും പ്രത്യക്ഷീകരണം നൽകിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ വിശുദ്ധിയിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നാണ്.
തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങളുടെ ശരീരം ആ പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവർ, പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ ഹനിക്കുന്നവർക്ക്, മറ്റുള്ളവർക്ക് ഇടർച്ചയായ രീതിയിൽ വസ്ത്രധാരണം നടത്തുന്നവർക്ക് ഈശോ പറയുകയാണ്, മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നവർ ആരായാലും അവരുടെ കഴുത്തിൽ തിരികല്ല് കെട്ടി സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിയപ്പെടുന്നതാണ് നല്ലതെന്ന് പറയുകയാണ്. കാരണം നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ മറ്റുള്ളവർക്ക് തടസ്സം നിൽക്കുന്നവർ ഈ ഭൂമിയിലായിരിക്കുവാൻ അവർക്ക് യോഗ്യതയില്ല എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാനയിലൂടെയും സഭയുടെ ഉദാശകളൊക്കെ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി മാറേണ്ടതല്ലേ? നമ്മൾ എവിടെയായിരുന്നാലും, ഏത് സ്ഥലത്തായിരുന്നാലും, ഏത് ജോലിയിൽ ചെയ്യുന്നവരായാലും ശരി, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഉത്തമ ക്രൈസ്തവ മാതൃകകളായിത്തീരണമെന്ന് തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിനപ്പുറത്തൊരു നിത്യമായൊരു ജീവിതമുണ്ട് എന്ന്, നിത്യരക്ഷയുണ്ടെന്നുള്ള വലിയ സത്യം തിരുസഭാ മാതാവ് ഓരോ നിമിഷവും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എത്രയോ വിശുദ്ധാത്മാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ മീഡിയയുടെ മുമ്പിലായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു കൊച്ചു വിശുദ്ധ മരിയാകുരേത്തിയ. നമുക്കറിയാം, 12-ാമത്തെ വയസ്സിൽ ചാരിത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി അലക്സാണ്ടർ എന്ന് പറയുന്ന വ്യക്തിയുടെ കഠാരകളാൽ 33 തവണ കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട ജീവൻ വെടിഞ്ഞ ആ കുഞ്ഞ് ലോകത്തിന് നൽകിയ വലിയ ഒരു സന്ദേശമുണ്ട്. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് നല്ലതെന്ന് നമ്മളെ പഠിപ്പിച്ചില്ലേ? യുവതി യുവാക്കൾക്ക് മാതൃകയില്ലേ ആ വിശുദ്ധ? അലക്സാണ്ടർ പാപത്തിന് പ്രേരിപ്പിച്ചപ്പോൾ അലക്സാണ്ടറെ നീ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ കുമ്പസാരക്കാരിൽ നിന്ന് കേട്ട ഒരു വചനമുണ്ട്, പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്നുള്ള ആ തിരുവചനം. അവളുടെ അമ്മയിൽ നിന്ന് പഠിച്ച ആ വലിയ സത്യം അവളുടെ ജീവിതത്തിലുള്ള അന്വർത്ഥമാക്കി ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയപ്പോൾ ആ കുഞ്ഞിനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പരിശുദ്ധ പിതാവ് ആ നാമകരണ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ ലക്ഷങ്ങൾ കൂടിയ ആ സദസ്സിൽ പരിശുദ്ധ പിതാവ് മരിയാകുരേത്തിയുടെ അമ്മയുടെ കരങ്ങൾ ചുംബിച്ചുകൊണ്ട് പ്രകാരം പറഞ്ഞ, അമ്മേ, ഇത്രയും വലിയ ഒരു കുഞ്ഞിനെ വിശുദ്ധയെ തിരുസഭയ്ക്ക് സമ്മാനം നൽകിയ അമ്മയെ ഞാൻ വണങ്ങുന്നു, അമ്മയെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കരങ്ങൾ ചുംബിച്ച ആ സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ, സത്യത്തിലും നീതിയിലും വളർത്തുവാൻ അവർക്ക് പ്രചോദനമാകേണ്ടവരല്ലേ നാം ഓരോരുത്തരും? ഈ നോമ്പ് കാലത്ത് നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയൊക്കെ ദൈവഹിതത്തിന് യോജിക്കാത്ത രീതിയിൽ ഒരിക്കലും നമ്മൾ ക്രമപ്പെടുത്തുകയില്ല എന്ന് നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധി ജീവിക്കാനുള്ള കൃപ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വരികയാണ്. നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം വിവാഹ കർമ്മം നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു ദേവാലയത്തിലേക്ക് അർദ്ധനഗ്നയായിട്ട് ഒരു ദമ്പതികളുടെ കടന്നു വന്ന ആ വാർത്ത പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരു ഉളുപ്പും കൂടാതെ, ഒരു മടിയും കൂടാതെ അനേകായിരങ്ങളുടെ മുമ്പിൽ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് പരിശുദ്ധ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ സ്ത്രീയെ ലോകം വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അപലപിച്ചത് ഞാനിന്ന് ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന് സാക്ഷികളായിട്ട് മാറാം, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായിട്ട് മാറാം. എന്താണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്? അവൻ്റെ വചനങ്ങളനുസരിച്ച്, അവൻ്റെ കൽപ്പനകളനുസരിച്ച് നിത്യജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. അതിനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ യുവതി യുവാക്കൾക്ക് നേടാം. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.